ഒക്ടോബർ 28-ന് നിവി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 3 വർഷമായി. നിവി ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ അവൻ ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും തന്നിട്ടില്ല. വയറ്റിലുണ്ടായപ്പോഴും ജനിച്ച് 3 വയസ്സായിട്ടും അതുപോലെ നല്ലൊരു കുഞ്ഞാണ് നിവി. കാക്കയ്ക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞിന്നല്ലേ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ വലിയ ഗ്രാൻഡ് ഒന്നും ആക്കണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ ദൈവത്തിന്റെ പ്ലാനിങ് വേറൊന്നായിരുന്നു. ഇത്രയും സ്വീറ്റ് ആയ ബോയിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് എന്നായിരിക്കണം മൂപ്പര് വിചാരിച്ചത്. എന്തായാലും നിവിയുടെ ഉച്ചമയക്കത്തിന്റെ സമയത്ത് ഞങ്ങൾ പരിപാടി തുടങ്ങി. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നിവി ഡെക്കറേഷൻസ് ഒക്കെ കണ്ടാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. സോ വീടിന്റെ മുകൾ നിലയിലെ ഹാളിലായിരുന്നു സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഹാളിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി ഒരു ഭാഗം ഡെക്കറേഷന് വേണ്ടിയിട്ട് റെഡിയാക്കി. ഞാന്, ബേബി, വിഷ്ണു, അമ്മ, അച്ഛൻ ഇവരൊക്കെയായിരുന്നു ആദ്യഘട്ട സഹായികള്. ബേബി വാങ്ങിക്കൊണ്ടുവന്ന ബലൂണിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അച്ഛൻ അതിന്റെ വില ചോദിച്ചറിയാണ്. അച്ഛൻ അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങി കൊണ്ടുവരാണെങ്കിൽ അതിന്റെ വില അച്ഛൻ അറിയണം. കാര്യം വേറൊന്നുമല്ല, ആവശ്യത്തിലധികം പൈസ ഞങ്ങൾ എന്തെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ പോട്ടെ, ഡെക്കറേഷന്റെ കാര്യം നോക്കാം നമുക്ക്. പഴയ ഹാള് പാർട്ടി ഹാളായി മാറ്റിയെടുക്കാൻ ഞങ്ങൾ കുറേ വേർത്തു. കുറച്ച് വേർത്താലെന്താ, ലാസ്റ്റ് പരിപാടി കളറായിരുന്നു. സോഫ, തയ്യൽ മെഷീന്, അയൺ ടേബിള് എല്ലാം മാറ്റിയിട്ട് അവിടെ മുഴുവൻ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി. ഇപ്രാവശ്യത്തെ ഡെക്കറേഷന് ബലൂൺ മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമായി. കർട്ടൻ കമ്പിയിൽ 3 കയറുകൾ കോർത്ത് കെട്ടി അതിൽ ബലൂൺ തൂക്കിയിട്ടു. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കളർ തീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സെറ്റ് ആക്കിയിരിക്കുന്നത്. നിവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേന്റെ കളർ തീം യെല്ലോ ആയിരുന്നു, സെക്കൻഡ് ബ്ലൂ ആയിരുന്നു. അങ്ങനെ ഓരോ ബർത്ത്ഡേക്ക് ഒരു കളർ തീം ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ കുറെ സാധനങ്ങൾ അവന്റെ ഓരോ ബർത്ത്ഡേക്ക് നമ്മൾ വാങ്ങിച്ചു കൂട്ടിയതാണ് കേട്ടോ. അതന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. അമ്മ ഒരു ഭാഗത്ത് ഇങ്ങനെ ബലൂൺ വീർപ്പിച്ചു തരും, ബാക്കിയുള്ളവര് അതിങ്ങനെ കെട്ടൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഇങ്ങനെ കെട്ടുന്ന പരിപാടി പ്രധാനമായിട്ടും വിഷ്ണു ബേബിയും കൂടെയാണ് ചെയ്തത്. ഇനി 3 എന്ന് എഴുതിയ ബലൂൺ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബലൂൺ സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ് ബേബി. അതേപോലെ നിതിനും വിഷ്ണുവും ചുമരിലൊട്ടിക്കാനുള്ള ബോ റിബൺ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം സെറ്റ് ആയപ്പോഴേക്കും ഞാനും ബേബിയും കൂടെ കേക്കൊക്കെ വാങ്ങിക്കാൻ പോയി. ഈ സമയം അടുക്കളയിൽ അമ്മേന്റെ നേതൃത്വത്തിൽ പാചകം തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും നെയ്ച്ചോറും കാടഫ്രൈ ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. ബർത്ത്ഡേന്റെ ഫുഡൊക്കെ തീരുമാനിച്ചത് അച്ഛനാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും കാടഫ്രൈ ഒക്കെ അച്ഛന്റെ പ്ലാൻ ആയിരുന്നു. അപ്പോഴേക്കും നിവി എഴുന്നേറ്റ് വന്നു. കുറുമ്പ് ഇളകിയ നിവിനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ നിതിൻ. കുറുമ്പൊക്കെ മാറ്റിയിട്ട് ഞാൻ അവന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവനെ കുളിച്ച് സുന്ദര കുട്ടപ്പനാക്കി കേട്ടോ. നിവിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീഷർട്ട് ഓൾറെഡി പുതിയതുള്ളതുകൊണ്ട് വേറെ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിരുന്നില്ല. ഡ്രസ്സൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് വന്ന നിവീനെ എന്നത്തെയും പോലെ ഞാൻ ആസ്വദിച്ച് വീഡിയോ എടുത്തു. ഞാൻ കാണിക്കാൻ പറയുന്ന പോലൊക്കെ നിവി കാണിച്ചു തരുന്നുണ്ട്. എന്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണുവിന്റെ ഫാമിലി എത്തിട്ടോ. നിവീനെ കാണാതെ ഞാനും ബേബിയും കൂടെ മുകളിൽ പോയി ഡെക്കറേഷന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചു. ഈ സമയത്തൊക്കെ ഞങ്ങൾ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ, നിവി എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതാണ് കേട്ടോ നിവിന്റെ 3rd ബർത്ത്ഡേ കേക്ക്. പാണ്ട തീമിലുള്ള ഒരു സിമ്പിൾ കേക്ക്. കേക്കും കൂടെ വെച്ച് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് മെഴുകുതിരി കത്തിച്ചു കേട്ടോ. മെഴുകുതിരി വെട്ടത്തിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തുകൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വക കുറെ ഫോട്ടോസൊക്കെ എടുത്ത് സ്പീക്കറിൽ ഹാപ്പി ബർത്ത്ഡേ സോങ് ഇട്ട് താഴ്ന്ന് നിവീനെ കൊണ്ടുവന്നു. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം വളരെ മധുരമുള്ളതായിരിക്കും എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയായിരുന്നു അവന് ആ സർപ്രൈസ് ആയിട്ടുള്ള നിൽപ്പും അവന്റെ നാണവും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇനി അവനെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കുക. ഇതിന്റെ ഇടയ്ക്ക് അവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും പപ്പയൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും കാണുന്നുണ്ട്. അപ്പൊ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോ ഞങ്ങൾക്കും ഹാപ്പിയായി. ഇനി ഡെക്കറേഷന്റെ മുന്നിൽ വെച്ചിട്ട് അവന്റെ കുറെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ കേക്ക് കട്ടിങ് കേട്ടോ. അതാണ് ഞങ്ങളുടെ പ്ലാന്. വളരെ തന്മയത്തോടെ ഉണ്ടോ നിവി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വലിയ ധൃതിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ നിന്ന് തരുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടാണ് ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തിയത്. അതുവരെ അവനിങ്ങനെ അവന്റെ ഡെക്കറേഷൻസ് ഒക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസൊക്കെ തന്നു നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞപ്പോഴാണ് അവൻ ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തിയത്. ക്യാൻഡിൽ ഊതി കെടുത്താനൊക്കെ അവന് വളരെ ഉത്സാഹമായിരുന്നു കേട്ടോ. 2nd ബർത്ത്ഡേക്ക് ഇവന് വേണ്ടിയിട്ട് ഞാനാണ് ക്യാൻഡിൽ ഊതി കെടുത്തിയത്. ഉണ്ണി വളർന്നു കിളിമകളെ, ആ പാട്ടാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അങ്ങനെ ചെക്കൻ വളർന്നു. കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ അവനെ സഹായിച്ചു കേട്ടോ. അങ്ങനെ നിവിന്റെ 3rd ബർത്ത്ഡേ കേക്ക് നിവിയും മമ്മിയും കൂടെ കട്ട് ചെയ്തു, എല്ലാവരുടെയും സാമീപ്യത്തില്. കേക്ക് നിവിക്ക് കൊടുത്തതിന് ശേഷം ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് അതും ചെയ്തു കേട്ടോ. ആദ്യം അച്ഛനെ, പിന്നെ മാമനെ, പിന്നെ വിഷ്ണുവിനെ, അങ്ങനെ എല്ലാവർക്കും. ഇടയ്ക്ക് അവനും കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ എല്ലാവർക്കും കേക്ക് കൊടുത്തു.
കേക്ക് അവനും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് കേക്ക് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ കേക്ക് കഴിക്കുന്നതിന്റെ ഇടയിലാണ് അവൻ കേക്കിന്റെ ഭംഗിയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോഴാണ് അവൻ കേക്കിലൊരു പാണ്ട ഉണ്ട് എന്ന് കാണുന്നത്. അവന് പാണ്ടേനെ ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ഭാഷയിൽ പറഞ്ഞ മാണ്ടയാണ് അവന് പാണ്ട. അങ്ങനെ പാണ്ട തീമാണ് അവൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത്. പിന്നെ ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടും കണ്ടൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബലൂണ് ഭയങ്കര ഇഷ്ടമാണ്. ബഡൂബാണ് അവന്റെ ഭാഷയില്. അങ്ങനെ ബലൂണൊക്കെ കണ്ട് ആള് കേക്കും തിന്ന് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കാൻ പോയി. ഇപ്പോഴും ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ്. എന്താ വെച്ചാ എന്ത് മനോഹരായിട്ടാണ് അവനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നത്. നിവി, അമ്മ പ്രൗഡ് ഓഫ് യു. ഐ ലവ് യു സോ മച്ച് മുത്തേ. വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന പപ്പയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൂടി അവൻ കേക്ക് കൊടുത്തു കേട്ടോ. ഫംഗ്ഷനൊക്കെ നിവിക്ക് നല്ല ഇഷ്ടായി. അവൻ നന്നായിട്ട് ആസ്വദിച്ചു. ഞാൻ പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. കേക്ക് എല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫോട്ടോഷൂട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ മൂഡ് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാരും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ എടുത്ത ഫോട്ടോസൊക്കെ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ കൂട്ടിച്ചേർക്കാട്ടോ. അങ്ങനെ ഫോട്ടോ എടുപ്പിന് നിവി എന്തായാലും നന്നായിട്ട് സഹകരിച്ചു. അടിപൊളിയായിട്ട് എല്ലാരെയും വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അവനപ്പോഴും അവന്റെ അപ്പൂപ്പനോടും അമ്മൂമ്മേനോടും പപ്പേനോടും ഒക്കെ സംസാരിക്കാൻ കേട്ടോ. അവര് ഗ്രൂപ്പ് കോളിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ വക അവന് കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൊടുത്തു. പിന്നെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മള് കേക്കൊക്കെ കഴിച്ച് ഇനി ഫോട്ടോ എടുപ്പിന്റെ പരിപാടികളാണ്. അപ്പോഴാണ് നിവി അവന്റെ പാണ്ടേനെ കാണുന്നത് കേട്ടോ. ഇത് അവന്റെ പപ്പ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവന് കൊണ്ടുകൊടുത്തതാണ്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അതും പിടിച്ചാണ് നടപ്പ്. ഇനി നേരെ ഫോട്ടോഷൂട്ടിലേക്ക്. അങ്ങനെ നമ്മള് ബ്ലാക്ക് ഇട്ടിട്ട് നമ്മളെല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഓരോ ടീമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. എന്തായാലും ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായി കിട്ടി. ബ്ലാക്കും വൈറ്റും അടിപൊളി തീമാണ് കേട്ടോ. ആരെങ്കിലും ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കും വൈറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ ഫോട്ടോസൊക്കെ. ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗിഫ്റ്റ് കൊടുക്കലാട്ടോ. ഇവന് നേരിട്ട് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള പരിപാടി തേർഡ് ബർത്ത്ഡേയിലാട്ടോ തുടങ്ങിയത്. അങ്ങനെ മേമേന്റെ വക ആദ്യമായിട്ട് അവന് ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞ സാധനങ്ങളാട്ടോ ഇവള് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചത്. ഇവന് എന്താണ് ആവശ്യം അതാണ് വാങ്ങിച്ചു തന്നത്. അങ്ങനെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് കിട്ടി. അത് ഭയങ്കര സന്തോഷമായി. ഗിഫ്റ്റ് പൊതിഞ്ഞൊക്കെ തന്നപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ രണ്ടാമത്തെ ഗിഫ്റ്റ് മാമന്റെയും വിച്ചുവിന്റെയും വക കിട്ടി. അതും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ഗിഫ്റ്റും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഗിഫ്റ്റ് എന്താണെന്നും അതെങ്ങനെയാണെന്നൊക്കെ അവന് പറയാം. അതുകൊണ്ടാണ് അത്രയും സന്തോഷം ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ നിവിന്റെ പ്രിയപ്പെട്ട അമ്മുച്ചേച്ചിന്റെ വകയും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നിവി എപ്പോഴും ഗിഫ്റ്റ് ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഫുഡായിട്ട് നമ്മള് കാട ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, നെയ്ച്ചോറ്, ചമ്മന്തി, സാലഡ്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫുഡ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ വിഷ്ണുവിന്റെ ഫാമിലിയൊക്കെ ഇരുന്നു. ആ സമയത്ത് നിവീനെ ഇരുന്നു കേട്ടോ. അവന് അമ്മുച്ചേച്ചിന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അമ്മുച്ചേച്ചിക്ക് വാരിക്കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അവന് അമ്മുച്ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അങ്ങനെ വാരിക്കൊക്കെ കൊടുക്കണത്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇവര് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും ബേബിയും കൂടെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിരിക്കായിരുന്നു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ അടിപൊളിയായിട്ട് എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിഷ്ണുവിന്റെ ഫാമിലി പോയിട്ടോ. അവര് പോയി. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സിങ് തുടങ്ങിട്ടോ. ഫസ്റ്റ് തന്നെ മേമേന്റെ ഗിഫ്റ്റ് ആണ് അവൻ അൺബോക്സ് ചെയ്യാൻ കാരണം ഗിൽറ്റ് പേപ്പറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മേമേന്റെ സഹായത്തോടെ അവൻ ഗിഫ്റ്റ് ഒക്കെ തുറന്നു. ഗിഫ്റ്റിനകത്ത് അവന് നെക്സ്റ്റ് മന്ത് നവംബർ 1 അംഗനവാടി പോകാനുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഒരു ബാഗും ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ മേമ വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ കണ്ട് ബാഗൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ബാഗ്, വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞ് അതും കെട്ടിപ്പിടിച്ചൊക്കെ നടക്കുകയായിരുന്നു.
ഇതൊക്കെ ഇട്ട് നടക്കുന്നൊക്കെ ഉണ്ട്. ഇനി നവംബർ 1-നും കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണാവോ, അംഗനവാടിക്ക് പോവോ എന്താ ഒന്നും അറിയില്ല. എന്തായാലും ആളിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ ബാലവാടി പോവാന്നൊക്കെ പറഞ്ഞപ്പോ പോവാ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ തന്ന് പോകുന്നുണ്ട്. സമയമാകുമ്പോ ഇനി ഇവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിതിൻ വിഷ്ണുപ്രിയയും കൊടുത്ത ഗിഫ്റ്റ് തുറന്നു. അവര് ഷർട്ടും ഷോർട്സും ആണ് വാങ്ങിച്ചത്. അങ്ങനെ അത് രണ്ടും ഇട്ടു നോക്കി. അതും അവനും ഇഷ്ടപ്പെട്ടു. അപ്പൊ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്തു. അങ്ങനെ നിവിയുടെ 3rd ബർത്ത്ഡേയും ദൈവാനുഗ്രഹം കൊണ്ട് നല്ല ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. ഇനി ഇതുപോലെ അവന്റെ എല്ലാ ബർത്ത്ഡേസും വളരെ നന്നായിട്ട് ആഘോഷിക്കാനുള്ള ഭാഗ്യം അവനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.